ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. തമിഴ്നാട്ടിൽ നിന്നും GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുടെ എണ്ണം 74. തമിഴ്നാട്ടിൽ നിന്നും GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 74 അടുത്തിടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ബഹുനില കെട്ടിട തീപിടുത്തമുണ്ടായത് എവിടെയാണ്? അത് ഹോങ്കോങ്ങിലാണ്. അടുത്തിടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ബഹുനില കെട്ടിട തീപിടുത്തം ഉണ്ടായത് ഹോങ്കോങ്ങിലാണ്. രാജ്യത്ത് ആദ്യമായി വീൽചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റന്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് ബംഗളൂരു വിമാനത്താവളം. രാജ്യത്ത് ആദ്യമായി വീൽചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റന്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് ബംഗളൂരു വിമാനത്താവളം. ബംഗളൂരു വിമാനത്താവളം ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന നാവിഗേഷൻ സെൻറ്റർ ഓഫ് എക്സലൻസ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലാണ്. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന നാവിഗേഷൻ സെൻറ്റർ ഓഫ് എക്സലൻസ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലാണ്. ബഹുഭാര്യത്വം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2025 നവംബറിൽ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് ആസാം. ബഹുഭാര്യത്വം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2025 നവംബറിൽ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് ആസാം. ആദ്യ വിവാഹം നിലനിൽക്കെ രണ്ടാമതൊരു വിവാഹം കൂടി കഴിച്ചാൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. ആദ്യ വിവാഹം നിലനിൽക്കെ രണ്ടാമതൊരു വിവാഹം കൂടി കഴിച്ചാൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. ആദ്യ വിവാഹം മറച്ചുവെച്ചുകൊണ്ടാണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നതെങ്കിൽ ശിക്ഷ 10 വർഷം വരെയാകും. ആദ്യ വിവാഹം മറച്ചുവെച്ചുകൊണ്ടാണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നതെങ്കിൽ ശിക്ഷ 10 വർഷം വരെയാകും. ഇനി കുറ്റം ആവർത്തിക്കുന്നവർക്ക് ശിക്ഷ ഇരട്ടിയാകും. കുറ്റം ആവർത്തിക്കുന്നവർക്ക് ശിക്ഷ ഇരട്ടിയാകും. ഈ നിയമം ആസാമിലെ പട്ടികവർഗക്കാർക്കും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉള്ളവർക്കും ബാധകമല്ല. ഈ നിയമം ആസാമിലെ പട്ടികവർഗക്കാർക്കും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുള്ളവർക്കും ബാധകമല്ല. നോട്ട് ചെയ്ത് വെക്കണം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽപാലം നിലവിൽ വരുന്നത് നയാഗഡ്, ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലെ നയാഗഡിലാണ്. ഒഡീഷയിലെ നയാഗഡിൽ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകിയ പേരാണ് സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതിയ സമുച്ചയത്തിന് നൽകിയ പേരാണ് സേവാ തീർത്ത്. എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്നാണ് ഇതുവരെ ഇത് അറിയപ്പെട്ടിരുന്നത്. എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്നാണ് ഇതുവരെ ഇത് അറിയപ്പെട്ടിരുന്നത്. ഇനി മുതൽ ഇതറിയപ്പെടുന്നത് സേവാ തീർത്ത് എന്നായിരിക്കും. സേവാ തീർത്ത് എന്നായിരിക്കും. സേവ മീൻസ് സേവനം, തീർത്ത് എന്നാൽ പുണ്യസ്ഥലം എന്നീ 2 വാക്കുകൾ ചേർന്നാണ് ഈ പേര് നൽകിയിട്ടുള്ളത്. സേവ എന്ന സേവനം, തീർത്ത് എന്നുള്ള പുണ്യസ്ഥലം എന്നീ വാക്കുകൾ ചേർത്താണ് ഈ പേര് നൽകിയിട്ടുള്ളത്. രാജ്ഭവന് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് ലോക് ഭവൻ. രാജ്ഭവന് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് ലോക് ഭവൻ. സെൻട്രൽ സെക്രട്ടേറിയറ്റിന് നൽകിയ പുതിയ പേരാണ് കർത്തവ്യ ഭവൻ. സെൻട്രൽ സെക്രട്ടേറിയറ്റിന് നൽകിയ പുതിയ പേരാണ് കർത്തവ്യ ഭവൻ. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള രാജ്പഥിൻ്റെ പുതിയ പേരാണ് കർത്തവ്യപഥ്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള രാജ്പഥിൻ്റെ പുതിയ പേരാണ് കർത്തവ്യപഥ്. കർത്തവ്യപഥ്. റേസ് കോഴ്സ് റോഡ് ഇനി മുതൽ അറിയപ്പെടുന്നത് ലോക് കല്യാൺ മാർഗ് എന്നായിരിക്കും. ലോക് കല്യാൺ മാർഗ് എന്നായിരിക്കും റേസ് കോഴ്സ് റോഡ് ഇനി മുതൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലാ നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായത് നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിലാണ്. അത് കറക്റ്റ് പറഞ്ഞാൽ അത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലാ നാവിഗേഷൻ ഹബ്ബ് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. അനന്ത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ നാവിഗേഷൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അനന്ത് സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ നാവിഗേഷൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇത് ഉദ്ഘാടനം ചെയ്തത് ISRO ചെയർമാനായിട്ടുള്ള വി നാരായണനാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് ISRO ചെയർമാനായിട്ടുള്ള വി നാരായണനാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡാണ്. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് ഈ ഹോൺബിൽ ഫെസ്റ്റിവലാണ്. നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്ന് അറിയപ്പെടുന്നത്. 2025 ഫെസ്റ്റിവലിൻ്റെ 25ാമത് വാർഷികവും
26ാമത് പതിപ്പുമാണ് ആഘോഷിക്കുന്നത്. ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ 2025 25ാമത് വാർഷികവും 26ാമത് പതിപ്പുമാണ് ആഘോഷിക്കുന്നത്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകർ വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ലെജിനാൻഡ്ര പ്രദീപിയാന. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകർ വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ലെജിനാൻഡ്ര പ്രദീപിയാന. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും അരുവികളുടെ വശങ്ങളിലുമാണ് സാധാരണയായി ലെജിനാൻഡ്ര വർഗത്തിൽപ്പെട്ട ചെടികൾ വളരുന്നത്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലും അരുവികളുടെ വശങ്ങളിലുമാണ് സാധാരണയായി ലെജിനാൻഡ്ര വർഗത്തിൽപ്പെട്ട ചെടികൾ വളരുന്നത്. പശ്ചിമഘട്ടത്തിലെ പ്രത്യേക കാലാവസ്ഥയിലാണ് ഇവ കാണപ്പെടുന്നത്. സെൻറ്റർ ഫോർ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് പുറത്തിറക്കിയ 2025 ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റ് ടു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 36 സെൻറ്റർ ഫോർ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് പുറത്തിറക്കിയ 2025 ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റ് ടു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 36 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അത് 36 അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഏത് പരമ്പരാഗത വാളിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത്, അതായത് GI ടാഗ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് ദാവോ എന്ന് പറയുന്ന വാളിനാണ്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഏത് പരമ്പരാഗത വാളിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് ദാവോ എന്ന് പറയുന്ന വാളിനാണ്. അരുണാചൽ പ്രദേശിലെ ഗോത്രവർഗ്ഗക്കാർ പരമ്പരാഗതമായി കൈകൊണ്ട് നിർമ്മിക്കുന്ന വാളാണ് ദാവോ. അരുണാചൽ പ്രദേശിലെ ഗോത്രവർഗ്ഗക്കാർ പരമ്പരാഗതമായി കൈകൊണ്ട് നിർമ്മിക്കുന്ന വാളാണ് ദാവോ. 2025 നവംബറിലാണ് ഇതിന് GI ടാഗ് ലഭിച്ചത്. SIR പൂർത്തിയാക്കിയ BLOമാരെ ഇന്ത്യ പോസ്റ്റ് മൈ സ്റ്റാമ്പ് ഷീറ്റുകൾ നൽകി ആദരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് തൊടുപുഴ. SIR പൂർത്തിയാക്കിയ BLOമാരെ ഇന്ത്യ പോസ്റ്റ് മൈ സ്റ്റാമ്പ് ഷീറ്റുകൾ നൽകി ആദരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് തൊടുപുഴ. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായുള്ള 2025 ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായുള്ള 2025 ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദിയാണ് ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി എവിടെയാണ്? അത് ഗ്ലാസ്ഗോയാണ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ എന്ന് പറയുന്ന സ്ഥലത്താണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദിയാവാൻ പോകുന്നത്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇന്ത്യയിലാണ്. എവിടെയാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് അഹമ്മദാബാദ്, ഗുജറാത്താണ്. അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഗെയിംസ് നടക്കുക. 2030 കാര്യമാണ്. അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ വേണ്ടി പോകുന്നത്. 2030 ഗെയിംസിൻ്റെ ശതാബ്ദി വർഷം കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2030 ഗെയിംസിൻ്റെ ശതാബ്ദി വർഷം കൂടിയാണ്. 2ാം തവണയാണ് കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഗെയിംസിന് ഇന്ത്യ ആതിഥേയരാവാൻ വേണ്ടി പോകുന്നത്. 2ാം തവണയാണ് കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഗെയിംസിന് ഇന്ത്യ ആതിഥേയരാകുന്നത്. അത് 2030 കാര്യമാണ് പറയുന്നത്. ഇതിനു മുൻപ് 2010 ഡൽഹിയിലാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ടുള്ളത്. ഇതിനു മുമ്പ് 2010 ഡൽഹിയിലാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ടുള്ളത്. 4 വർഷത്തിലൊരിക്കലാണ് ഇത് നടക്കുന്നത്. 4 വർഷത്തിലൊരിക്കലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. 2022 ബർമിംഗ്ഹാമിൽ നടന്ന ഗെയിംസിൽ ഓസ്ട്രേലിയ 67 സ്വർണവുമായി ഒന്നാമതെത്തി. ഇംഗ്ലണ്ടിനും കാനഡയ്ക്കും പിറകിൽ ഇന്ത്യ 4ാമതായിരുന്നു. 22 സ്വർണ്ണമടക്കം 61 മെഡൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. 2022 ബർമിംഗ്ഹാമിൽ നടന്ന ഗെയിംസിൽ ഓസ്ട്രേലിയ 67 സ്വർണവുമായിട്ട് ഒന്നാമതെത്തി. ഇംഗ്ലണ്ടിനും കാനഡയ്ക്കും പിറകിൽ ഇന്ത്യ 4ാമതായിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് 22 സ്വർണ്ണമടക്കം 61 മെഡലുകൾ ലഭിച്ചിരുന്നു. അമേരിക്കൻ വൈദ്യുതവാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ റീറ്റെയിൽ എക്സ്പീരിയൻസ് കേന്ദ്രത്തിന് തുടക്കമായത് ഗുർഗാവിലെ ഓർക്കിഡ് പാർക്കിലാണ്. അമേരിക്കൻ വൈദ്യുതവാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യയിലെ
ആദ്യ സമ്പൂർണ്ണ റീറ്റെയിൽ എക്സ്പീരിയൻസ് കേന്ദ്രത്തിന് തുടക്കമായത് ഗുർഗാവിലെ ഓർക്കിഡ് പാർക്കിലാണ്. ഗുർഗാവിലാണ്, അത് കറക്റ്റ് പറഞ്ഞാൽ ഗുർഗാവിലെ ഓർക്കിഡ് പാർക്കിൽ. അത്യാസന്ന നിലയിലെത്തുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര ചികിത്സ നൽകുന്നതിൽ ഒരാശുപത്രിയും വീഴ്ച വരുത്താൻ പാടില്ലെന്ന് ഉത്തരവിട്ടത് കേരള ഹൈക്കോടതിയാണ്. അത്യാസന്ന നിലയിലെത്തുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര ചികിത്സ നൽകുന്നതിൽ ഒരാശുപത്രിയും വീഴ്ച വരുത്താൻ പാടില്ല എന്ന് ഉത്തരവിട്ടത് കേരള ഹൈക്കോടതിയാണ്. ചൊവ്വയിലെ ശാസ്ത്ര പ്രാധാന്യമുള്ള ചെറിയ ചില ഗർത്തങ്ങൾ ഇനി അറിയപ്പെടുന്നത് വർക്കല, ബേക്കൽ, തുമ്പ, വലിയമല എന്നിങ്ങനെയാണ്. ചൊവ്വയിലെ ശാസ്ത്ര പ്രാധാന്യമുള്ള ചില ചെറിയ ഗർത്തങ്ങൾ ഇനി മുതൽ എങ്ങനെയാവും അറിയപ്പെടുക? വർക്കല, ബേക്കൽ, തുമ്പ, വലിയമല. 50 കിലോമീറ്റർ അധികം വലിപ്പമുള്ള 350 കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിന് നൽകിയിരിക്കുന്ന പേരാണ് കൃഷ്ണൻ. 50 കിലോമീറ്റർ അധികം വലിപ്പമുള്ള 350 കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിന് നൽകിയിരിക്കുന്ന പേരാണ് കൃഷ്ണൻ. കൃഷ്ണൻ ഗർത്തത്തോട് ചേർന്നുള്ള വറ്റിയ നീർച്ചാലിൻ്റെ പേരാണ് പെരിയാർ. കൃഷ്ണൻ ഗർത്തത്തോട് ചേർന്നുള്ള വറ്റിയ നീർച്ചാലിൻ്റെ പേരാണ് പെരിയാർ. മലയാളി ഗവേഷകരായ ഡോക്ടർ VJ രാജേഷിൻ്റെയും ഡോക്ടർ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരിയുടെയും നിർദ്ദേശപ്രകാരമാണ് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ ഈ പേരുകൾ അംഗീകരിച്ചത്. ഓർത്തുവെക്കുക. അടുത്തിടെ 300 കിലോഗ്രാം ഭാരമുള്ള മരതകം കണ്ടെത്തിയ രാജ്യമാണ് മഡഗാസ്കർ. അടുത്തിടെ 300 കിലോഗ്രാം ഭാരമുള്ള മരതകം കണ്ടെത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഡഗാസ്കർ. ഫിഡെ ചെസ് ലോകകപ്പിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ജാവോഗിർ സിന്ദറോവ്. ഫിഡെ ചെസ് ലോകകപ്പിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണെന്ന് ചോദിച്ചാൽ അത് ജാവോഗിർ സിന്ദറോവ് ആണ്. ഉസ്ബെക്കിസ്ഥാൻ താരമായിട്ടുള്ള ജാവോഗിർ സിന്ദറോവ്. 19 വയസ്സുകാരനായ ജാവോഗിർ സിന്ദറോവ് ഫൈനലിൽ ചൈനയുടെ വെയ്യെ പരാജയപ്പെടുത്തി. 19 വയസ്സുകാരനായ ജാവോഗിർ സിന്ദറോവ് ഫൈനലിൽ ചൈനയുടെ വെയ്യെയാണ് പരാജയപ്പെടുത്തിയത്. 2025 ഒക്ടോബർ 31 മുതൽ നവംബർ 27 വരെ ഗോവയിലാണ് 2025 ചെസ് ലോകകപ്പ് നടന്നത്. ഇത് ചെസ് ലോകകപ്പിൻ്റെ 11ാമത് എഡിഷനായിരുന്നു. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ ഉസ്ബെക്ക് കളിക്കാരൻ കൂടിയാണ് ജാവോഗിർ സിന്ദറോവ്. ഓർത്തുവെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. റഷ്യയുടെ ELP കോവിനാവ് 3ാം സ്ഥാനം നേടി. റഷ്യയുടെ ELEP കോവിനാവ് 3ാം സ്ഥാനവും നേടിയിരുന്നു. ആദ്യ 3 സ്ഥാനക്കാർ അടുത്ത വർഷം നടക്കുന്ന കാൻഡിഡേറ്റ് ടൂർണമെൻറ്റിൽ കളിക്കാൻ യോഗ്യത നേടി. ഈ ആദ്യ 3 സ്ഥാനക്കാർ അടുത്ത വർഷം നടക്കുന്ന കാൻഡിഡേറ്റ് ടൂർണമെൻറ്റിൽ കളിക്കാൻ യോഗ്യത നേടിയിരുന്നു. ലോക ചാമ്പ്യൻ ഇന്ത്യയുടെ ഡി ഗുഗേഷിനെ നേരിടാനുള്ള എതിരാളികളെ കണ്ടെത്തുന്ന ടൂർണമെൻറ്റാണിത്. ലോക ചാമ്പ്യനായിട്ടുള്ള ഇന്ത്യയുടെ ഡി ഗുഗേഷിനെ നേരിടാനുള്ള എതിരാളികളെ കണ്ടെത്താനുള്ള ഒരു ടൂർണമെൻറ്റാണ് ഇത്. അടുത്ത ചോദ്യം. 2025 നവംബറിൽ രാജ്യത്തെ ഏറ്റവും വിലയേറിയ വാഹന നമ്പർ ലേലം നടന്ന സംസ്ഥാനമാണ് ഹരിയാന. 2025 നവംബറിൽ രാജ്യത്തെ ഏറ്റവും വിലയേറിയ വാഹന നമ്പർ ലേലം നടന്ന സംസ്ഥാനമാണ് ഹരിയാന. നമ്പർ ഏതാണ്? HR 88B8888. ഈ നമ്പറിൻ്റെ വില എന്ന് പറയുന്നത് 1.17 കോടി രൂപയാണ്. അപ്പോൾ 2025 നവംബറിൽ രാജ്യത്തെ ഏറ്റവും വിലയേറിയ വാഹന നമ്പർ ലേലം നടന്ന സംസ്ഥാനം ഹരിയാനയാണ്. നമ്പർ എന്ന് പറയുന്നത് HR 88B8888 എന്ന നമ്പറാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1.17 കോടി. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം 23. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം 23ആണ്. 2025 റിപ്പോർട്ടിൽ 10ാം സ്ഥാനത്തായിരുന്നു രാജ്യം. 2025 റിപ്പോർട്ടിൽ 10ാം സ്ഥാനത്തായിരുന്നു രാജ്യം. മധ്യപ്രദേശിൽ നിന്നുള്ള ഏത് വസ്തുവിനാണ് 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ചത്? അത് പന്ന വജ്രത്തിനാണ്. മധ്യപ്രദേശിൽ നിന്നുള്ള ഏത് വസ്തുവിനാണ് 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് പന്ന വജ്രത്തിനാണ്. നിർമ്മാണം പൂർത്തിയായ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ധ്വജപ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്.
161 അടി ഉയരമുള്ള പ്രധാന ഗോപുരത്തിന് മുകളിൽ സ്ഥാപിച്ച ധ്വജസ്തംഭത്തിലാണ് കാവ്യപതാക ഉയർത്തിയത്. 22 അടി നീളവും 11 അടി വീതിയും ത്രികോണാകൃതിയുമുള്ള പതാക പാരച്യൂട്ട് നിർമ്മാണ സാങ്കേതിക വിദ്യയിലാണ് നിർമ്മിച്ചത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നാഷണൽ വൺ ഹെൽത്ത് മിഷൻ്റെ ബൃഹത് പദ്ധതികളിലൊന്നായ മെറ്റാജെനോമിക് സിൻഡ്രോമിക് സർവൈലൻസ് പ്രോഗ്രാമിനുള്ള 4 ദേശീയ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ഹബ്ബുകളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയാണ്. നാഷണൽ വൺ ഹെൽത്ത് മിഷൻ്റെ ബൃഹത് പദ്ധതികളിലൊന്നായ മെറ്റാജെനോമിക് സിൻഡ്രോമിക് സർവൈലൻസ് പ്രോഗ്രാമിനുള്ള 4 ദേശീയ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ഹബ്ബുകളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയാണ്. രാജ്യത്തുടനീളം ഉറവിടം കണ്ടെത്താനാകാത്ത മാരകമായ പനികൾ, എൻസെഫലിറ്റിസ്, വിവിധതരം ഡയേറിയൽ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ എന്നിവ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥയുടെ എത്രാം വാർഷികമാണ് 2025 നവംബറിൽ പൂർത്തിയായത്? അത് 100ാമത് വാർഷികമാണ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ 100ാമത് വാർഷികമാണ് 2025 നവംബറിൽ പൂർത്തിയായത്. ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ പുതിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഒരു പഠനമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ടോക്കിയോയെ മറികടന്ന് 1ാം സ്ഥാനത്തെത്തിയത് ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയുടെ ജക്കാർത്ത എന്ന് പറഞ്ഞ സ്ഥലമാണ് 1ാം സ്ഥാനത്ത് എത്തിയത്. ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ പുതിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഒരു പഠനമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ടോക്കിയോയെ മറികടന്ന് 1ാം സ്ഥാനത്ത് എത്തിയത് ഇന്തോനേഷ്യയിലെ ജക്കാർത്ത എന്ന് പറയുന്ന നഗരമാണ്. 4.2 കോടി ജനസംഖ്യയോടെ ജക്കാർത്ത 1ാം സ്ഥാനത്തും 3.7 കോടി ജനസംഖ്യയോടെ ധാക്ക ബംഗ്ലാദേശ് 2ാം സ്ഥാനത്തും 3.3 കോടി ജനസംഖ്യയോടെ ടോക്കിയോ ജപ്പാൻ 3ാം സ്ഥാനത്തുമാണ്. 4.2 കോടി ജനസംഖ്യയോടെ ജക്കാർത്ത 1ാം സ്ഥാനത്തും 3.7 കോടി ജനസംഖ്യയോടെ ധാക്ക ബംഗ്ലാദേശ് 2ാം സ്ഥാനത്തും 3.3 കോടി ജനസംഖ്യയോടെ ടോക്കിയോ ജപ്പാൻ 3ാം സ്ഥാനത്തുമാണ്. ഈ പഠനത്തിൻ്റെ കണ്ടെത്തലനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ആദ്യത്തെ 10 നഗരങ്ങളിൽ 9ഉം എവിടെയാണ്? ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പഠനത്തിലെ കണ്ടെത്തലുകൾ അനുസരിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ആദ്യ 10 നഗരങ്ങളിൽ 9ഉം സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ്. ന്യൂഡൽഹി, കൊൽക്കത്ത തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. 1950കൾ മുതൽ നഗരങ്ങളിലെ ജനസംഖ്യ ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നും ഈ പഠനം സൂചിപ്പിക്കുന്നു. ഓർത്തുവെക്കാം. ഇന്ത്യൻ നാവികസേനയും റോയൽ ഓസ്ട്രേലിയൻ നാവികസേനയും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസമാണ് ഓസിൻഡെക്സ് 2025. ഇന്ത്യൻ നാവികസേനയും റോയൽ ഓസ്ട്രേലിയൻ നാവികസേനയും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസത്തിൻ്റെ പേരാണ് ഓസിൻഡെക്സ് 2025. വടക്കൻ പസഫിക് സമുദ്രത്തിലായിരുന്നു അഭ്യാസം. 2025 നവംബർ അവസാനം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് സെന്യാർ. 2025 നവംബർ അവസാനം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് സെന്യാർ. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടി റിപ്പീറ്റായിട്ട് വന്നതാണ്. ഓർത്തു വെക്കുക. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 2025 ഇന്ത്യ നേപ്പാൾ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ 19ാമത് പതിപ്പ് സൂര്യകിരൺ 19 നടന്നത് ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡിലാണ്. 2025 ഇന്ത്യ നേപ്പാൾ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ 19ാമത് പതിപ്പായ സൂര്യകിരൺ 19 നടന്നത് ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡിലാണ്. വലിയ തുകയുടെ വ്യാപാര ഇടപാടുകൾക്കുള്ള പുതിയ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് ബാങ്കിംഗ് കണക്റ്റ്. വലിയ തുകയുടെ വ്യാപാര ഇടപാടുകൾക്കായുള്ള പുതിയ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് ബാങ്കിംഗ് കണക്റ്റ്. വനിതാ പ്രീമിയർ ലീഗ് വിലയേറിയ താരമായി മാറിയ ഓൾറൗണ്ടറാണ് ദീപ്തി ശർമ്മ. 3.2 കോടി. വനിതാ പ്രീമിയർ ലീഗ് വിലയേറിയ താരമായി മാറിയ ഓൾറൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് ദീപ്തി ശർമ്മയാണ്. 3.2 കോടി രൂപ. 1 കോടി രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്ന ആദ്യ മലയാളി താരമാണ് ആശാ ശോഭന. 1.1 കോടി. 1 കോടിക്ക് മുകളിൽ ലഭിക്കുന്ന ആദ്യ മലയാളി താരമാണ് ആശാ ശോഭന. 1.1 കോടി.
ഫുട്പാത്തുകളിലും സീബ്ര ലൈനിലും വാഹനം നിർത്തിയിടുന്നവർക്കെതിരെ ചുമത്തുന്ന പിഴയാണ് 2000 രൂപ. ഫുട്പാത്തുകളിലും സീബ്ര ലൈനിലും വാഹനം നിർത്തിയിടുന്നവർക്കെതിരെ ചുമത്തുന്ന പിഴയാണ് 2000 രൂപ. ഭിന്നശേഷിക്കാർക്കെതിരായ പരാമർശം തടയാൻ കർശന നിയമം ആവശ്യമാണെന്ന് പറഞ്ഞത് സുപ്രീം കോടതി. ഭിന്നശേഷിക്കാർക്കെതിരായ പരാമർശം തടയാൻ കർശന നിയമം ആവശ്യമാണ് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. എളമ്പ്ര സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. എളമ്പ്ര സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. കേരള ഹിസ്റ്ററി കോൺഫറൻസ് ഏർപ്പെടുത്തിയ പ്രഥമ MGS പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ K ഗോപാലൻകുട്ടി. കേരള ഹിസ്റ്ററി കോൺഫറൻസ് ഏർപ്പെടുത്തിയ പ്രഥമ MGS പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ K ഗോപാലൻകുട്ടിയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഹൊറൈസൺ യൂറോപ്പ് പദ്ധതിയിലെ മേരി ക്യൂറി ഡബിൾ ഡോക്ടറൽ ഫെലോഷിപ്പ് ലഭിച്ച മലയാളിയാണ് ലൊറെയ്ൻ രാജു കളത്തിൽ. യൂറോപ്യൻ യൂണിയൻ്റെ ഹൊറൈസൺ യൂറോപ്പ് പദ്ധതിയിലെ മേരി ക്യൂറി ഡബിൾ ഡോക്ടറൽ ഫെലോഷിപ്പ് ലഭിച്ച മലയാളിയാണ് ലൊറെയ്ൻ രാജു കളത്തിൽ. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻറ്റിൻ്റെ അധ്യക്ഷനായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാറാണ്. ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസിൻ്റെ അധ്യക്ഷനായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാറാണ്. ഗ്യാനേഷ് കുമാർ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ജനാധിപത്യ സ്ഥാപനങ്ങളെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന രാജ്യാന്തര സംഘടനയാണ് സ്വീഡനിലെ സ്റ്റോക്ക്ഹോം ആസ്ഥാനമായി 1995 പ്രവർത്തനം തുടങ്ങിയ IIDA. ജനാധിപത്യ സ്ഥാപനങ്ങളെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന രാജ്യാന്തര സംഘടനയാണ് സ്വീഡനിലെ സ്റ്റോക്ക്ഹോം ആസ്ഥാനമായി 1995 പ്രവർത്തനം തുടങ്ങിയ IIDA. ചെയർമാൻ എന്ന നിലയിൽ 2026 എല്ലാ കൗൺസിൽ യോഗങ്ങളിലും അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഗ്യാനേഷ് കുമാർ സ്ഥാപക അംഗമായ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ അംഗങ്ങളാണ്. സ്ഥാപക അംഗമായ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളാണ്. അടുത്ത ചോദ്യം, SSLC പരീക്ഷയ്ക്ക് ലക്ഷം വീടുകളിലെ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നവർക്കായി MN ഗോവിന്ദൻ നായർ ഫാമിലി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ MN വിദ്യാർത്ഥി പുരസ്കാരം ലഭിച്ചത് സുഗ്നോ ഉദയൻ എന്ന വിദ്യാർത്ഥിനിക്കാണ്. SSLC പരീക്ഷയ്ക്ക് ലക്ഷം വീടുകളിലെ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നവർക്കായി MN ഗോവിന്ദൻ നായർ ഫാമിലി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ MN വിദ്യാർത്ഥി പുരസ്കാരം ലഭിച്ചത് സുഗ്നോ ഉദയൻ എന്ന വിദ്യാർത്ഥിനിക്കാണ്. 25,000 രൂപയാണ് പുരസ്കാരം. 25,000 രൂപയാണ് പുരസ്കാര തുക. ഏഷ്യ പസഫിക് കൃഷി പരിസ്ഥിതി കമ്മിറ്റിയുടെ ആദ്യ മലയാളി വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രതിനിധിയാണ് TK കിഷോർ കുമാർ. ഏഷ്യ പസഫിക് കൃഷി പരിസ്ഥിതി കമ്മിറ്റിയുടെ ആദ്യ മലയാളി വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രതിനിധിയാണ് TK കിഷോർ കുമാർ. കാർഷിക പാരിസ്ഥിതിക കാര്യങ്ങൾക്കുള്ള സമിതിയാണ് ഇത്. കാർഷിക പാരിസ്ഥിതിക കാര്യങ്ങൾക്കായുള്ള ഒരു സമിതിയാണ് ഇത്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്ററും UL സൈബർ പാർക്കിൻ്റെ CEOയുമാണ് കിഷോർ കുമാർ. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്ററും UL സൈബർ പാർക്കിൻ്റെ CEOയുമാണ് കിഷോർ കുമാർ. അഴിമതി കേസിൽ 21 വർഷം തടവ് ശിക്ഷ ലഭിച്ച ബംഗ്ലാദേശ് മുൻ മുഖ്യമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. അഴിമതി കേസിൽ 21 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് അസം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് അസം. അസമിലെ പട്ടണങ്ങളായ ദക്കുഗാനയും ധെമാജിയും വേദിയാകും. അസമിലെ പട്ടണങ്ങളായ ദക്കുഗാനയും ധെമാജിയും വേദിയാകും. എന്തിന്? സന്തോഷ് ട്രോഫി ഫുട്ബോളിന്. ഇത് 3ാം തവണയാണ് അസം സന്തോഷ് ട്രോഫിക്ക് സംഘാടകരാകുന്നത്. ഇത് 3ാമത്തെ തവണയാണ് അസം സന്തോഷ് ട്രോഫിക്ക് സംഘാടകരാകുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ച കപ്പൽ വേധ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് പാകിസ്ഥാൻ.
തദ്ദേശീയമായി വികസിപ്പിച്ച കപ്പൽ വേധ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യമേതാണ്? അത് പാകിസ്ഥാനാണ്. 2025 ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ വേദിയാണ് തമിഴ്നാട്ടിലെ ചെന്നൈയും മധുരയും. 2025 ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? അത് തമിഴ്നാട്ടിലെ ചെന്നൈയും മധുരയുമാണ്. ഇത് 4ാം തവണയാണ് ഇന്ത്യ ജൂനിയർ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 2013 ഡൽഹിയിൽ വെച്ചായിരുന്നു ആദ്യം. പിന്നീട് 2016 ലക്നൌവും 2021 ഭുവനേശ്വറും ലോകകപ്പ് വേദികളായി. 2 തവണ ലോകകപ്പ് ജേതാക്കളാവാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2013 ഡൽഹിയിൽ വെച്ചിട്ട് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. അതുപോലെ 2016 ലക്നൌവിൽ വെച്ചിട്ടും 2021 ഭുവനേശ്വറിൽ വെച്ചിട്ടും ഇന്ത്യ ലോകകപ്പിന് വേദികളായിട്ടുണ്ട്. അതിൽ 2 തവണ ലോകകപ്പ് ജേതാക്കളാകാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2025 FIH ഹോക്കി പുരുഷ ജൂനിയർ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് കാങ്കേയൻ. 2025 FIH ഹോക്കി പുരുഷ ജൂനിയർ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്താണ്? അത് കാങ്കേയനാണ്. തമിഴ്നാട്ടിലെ തനത് കന്നുകാലി ഇനമായ കാങ്കേയം കാളയിൽ നിന്നാണ് ഈ ചിഹ്നത്തിന് രൂപം നൽകിയത്. തമിഴ്നാട്ടിലെ തനത് കന്നുകാലി ഇനമായ കാങ്കേയം കാളയിൽ നിന്നാണ് ഈ ചിഹ്നത്തിന് രൂപം നൽകിയത്. 2026 ഏഷ്യൻ ഗെയിംസ് വേദിയാണ് ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസ് വേദിയാണ് ജപ്പാൻ. 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ ചെഫ് ഡി മിഷനായി നിയമിതനായത് സഹദേവ് യാദവാണ്. 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ ചെഫ് ഡി മിഷനായി നിയമിതനായത് ആരാണ്? അത് സഹദേവ് യാദവാണ്. ഡെപ്യൂട്ടി ചെഫ് ഡി മിഷൻ എന്ന് പറയുന്നത് അജന്ത ശരത് കമാലാണ്. ഡെപ്യൂട്ടി ചെഫ് ഡി മിഷൻ എന്ന് പറയുന്നത് അജന്ത ശരത് കമാലാണ്. രാജ്യത്ത് ഒരു കർഷകൻ്റെ തനത് ഇനമായി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കിഴങ്ങുവർഗ്ഗം എന്ന ബഹുമതി സ്വന്തമാക്കിയത് മന്ന. രാജ്യത്ത് ഒരു കർഷകൻ്റെ തനത് ഇനമായി രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കിഴങ്ങുവർഗ്ഗം എന്ന ബഹുമതി സ്വന്തമാക്കിയത് മന്ന. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണ് എൻ ചന്ദ്രബാബു നായിഡു. സംസ്ഥാനത്ത് 3 പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതിന് അനുമതി നൽകി. ആര്? ആന്ധ്രാപ്രദേശിലെ 3 പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതിന് നമ്മുടെ എൻ ചന്ദ്രബാബു നായിഡു അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടെ ആന്ധ്രാപ്രദേശിലെ ആകെ ജില്ലകളുടെ എണ്ണം 26 നിന്ന് 29 ഉയരും. പുതുതായി രൂപീകരിക്കുന്ന ജില്ലകളാണ് മാർക്കാപുരം, മദനപ്പള്ളി, പോലാവരം. എന്തൊക്കെയാണ് പുതുതായി രൂപീകരിക്കുന്ന ജില്ലകൾ? ആന്ധ്രാപ്രദേശിൽ പുതുതായി രൂപീകരിക്കുന്ന ജില്ലകളാണ് മാർക്കാപുരം, മദനപ്പള്ളി, പോലാവരം. അപ്പോൾ 26 ജില്ലകളിൽ നിന്ന് 29 ജില്ലകളായിട്ട് ഉയരും. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച റീസണിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ച് ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റീസണിംഗ് മോഡൽ AI ആണ് ജെമിനി 3 ഡീപ് തിങ്ക്. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച റീസണിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ച് ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റീസണിംഗ് മോഡൽ AI ആണ് ജെമിനി 3 ഡീപ് തിങ്ക്. 2025 നവംബറിൽ ശ്രീലങ്കയിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഡിറ്റ്വ. 2025 നവംബറിൽ ശ്രീലങ്കയിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഡിറ്റ്വ. ഇത് പേര് നിർദ്ദേശിച്ചത് യമനാണ്. ഈ ഒരു പേര് നിർദ്ദേശിച്ചത് യമനാണ്. യമനിലെ സോക്രോത ദ്വീപിലെ ഡിറ്റ്വ ലഗൂണിനെയാണ് പേര് സൂചിപ്പിക്കുന്നത്. യമനിലെ സോക്രോത ദ്വീപിലെ ഡിറ്റ്വ ലഗൂണിനെയാണ് പേര് സൂചിപ്പിക്കുന്നത്. ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നതാണ്. ഇത് ഓർത്ത് വെക്കുക. അടുത്ത PSC പരീക്ഷയിൽ എന്തായിട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. സംസ്ഥാനത്ത് കടലാസ് രഹിത കടുവ കണക്കെടുപ്പിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ് M-Stripes. സംസ്ഥാനത്ത് കടലാസ് രഹിത കടുവ കണക്കെടുപ്പിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ് M-Stripes. ഡിസംബർ 3 ശംഖുമുഖത്ത് നടന്ന നാവികസേനാ ദിനാഘോഷത്തിന് മുഖ്യ അതിഥിയായി വന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ഡിസംബർ 3 ശംഖുമുഖത്ത് നടന്ന നാവികസേനാ ദിനാഘോഷത്തിന് മുഖ്യ അതിഥിയായി വന്നത്
രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് തിരുവനന്തപുരം എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ വിമാനം പറത്തിയ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്റ്റി ജോർജ് ആണ്. നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് തിരുവനന്തപുരം എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ വിമാനം പറത്തിയ മലയാളി പൈലറ്റാണ് ക്രിസ്റ്റി ജോർജ്. ഇന്ത്യൻ നാവികസേനാ ദിനമാണ് ഡിസംബർ 4. ഇന്ത്യൻ നാവികസേനാ ദിനമാണ് ഡിസംബർ 4. 2025 തീം എന്ന് പറയുന്നത് കോമ്പാറ്റ് റെഡി, കൊഹസീവ്, സെൽഫ് റിലിയൻറ്റ് എന്നതാണ്. 2025 ഇന്ത്യൻ നാവികസേനാ ദിനത്തിൻ്റെ തീം എന്താണ്? കോമ്പാറ്റ് റെഡി, കൊഹസീവ്, സെൽഫ് റിലിയൻറ്റ് എന്നതാണ്. ഓർത്ത് വെക്കുക. ലോക വന്യജീവി സംരക്ഷണ ദിനമാണ് ഡിസംബർ 4. ഡിസംബർ 4ൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ലോക വന്യജീവി സംരക്ഷണ ദിനം. റിസർവ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ഉഷ ജാനകി രാമനാണ്. റിസർവ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ഉഷ ജാനകി രാമനാണ്. അടുത്ത ചോദ്യം, ലോക അത്ലറ്റിക് ഫെഡറേഷൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹരായവരാണ് പോൾ വാൾട്ട് താരമായിട്ടുള്ള അർമാൻ ഡുപ്ലാന്റിസ്, ഹഡിൽസ് താരമായിട്ടുള്ള സിഡ്നി ലെവ്റോൺ എന്നിവർ. ലോക അത്ലറ്റിക് ഫെഡറേഷൻ്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹരായവരാണ് പോൾ വാൾട്ട് താരമായിട്ടുള്ള അർമാൻ ഡുപ്ലാന്റിസ്, ഹഡിൽസ് താരമായിട്ടുള്ള സിഡ്നി ലെവ്റോൺ എന്നിവർ. 2025 ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ വാക്കായി തിരഞ്ഞെടുത്തത് റേജ് ബെയ്റ്റ് എന്ന വാക്കാണ്. റേജ് ബെയ്റ്റ് എന്ന വാക്കിനെയാണ് 2025 ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിലെ വാക്കായി തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷത്തെ വാക്കെന്ന് പറയുന്നത് ബ്രെയിൻ റോട്ട് എന്ന വാക്കായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വാക്ക് ബ്രെയിൻ റോട്ട് എന്നതാണ്. അടുത്ത ചോദ്യം, ഇന്റർപോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലൂക്കസ് ഫിലിപ്പ് ഫ്രാൻസ്. ഇന്റർപോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലൂക്കസ് ഫിലിപ്പ് ഫ്രാൻസ്. ഡൽഹി പോലീസും നാഷണൽ ക്രൈം ബ്യൂറോവും സംഘടിതമായി നടത്തിയ ഡ്രഗ്സ് കടത്തിന് എതിരെയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ്. ഡൽഹി പോലീസും നാഷണൽ ക്രൈം ബ്യൂറോയും സംഘടിതമായി നടത്തിയ ഡ്രഗ്സ് കടത്തിന് എതിരെയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്രിസ്റ്റൽ ഫോർട്രസ്. തിരുവനന്തപുരത്ത് ബ്രഹ്മോസ് എയ്റോസ്പേസ് അനുമതി നൽകിയത് സുപ്രീം കോടതിയാണ്. തിരുവനന്തപുരത്ത് ബ്രഹ്മോസ് എയ്റോസ്പേസിന് അനുമതി നൽകിയത് സുപ്രീം കോടതിയാണ്. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയ ടെലികോം കമ്പനിയാണ് റിലയൻസ് ജിയോ. ദേശീയപാതകളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മൊബൈൽ വഴി അപായ മുന്നറിയിപ്പുകൾ നൽകാൻ ദേശീയപാത അതോറിറ്റി ആദ്യഘട്ടത്തിൽ കരാറിലെത്തിയ ടെലികോം കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് റിലയൻസ് ജിയോ ആണ്. രാജ്മാർഗ് യാത്ര ആപ്പ്, SMS, വാട്സാപ്പ്, വോയിസ് കോളുകൾ എന്നിവ വഴി യാത്രക്കാർക്ക് ഫോണിൽ മുന്നറിയിപ്പ് ലഭിക്കും. രാജ്മാർഗ് യാത്ര ആപ്പ്, SMS, വാട്സാപ്പ്, വോയിസ് കോളുകൾ എന്നിവ വഴി യാത്രക്കാർക്ക് ഫോണിൽ മുന്നറിയിപ്പ് ലഭിക്കും. ദേശീയപാത അതോറിറ്റി ചെയർമാനാണ് സന്തോഷ് കുമാർ യാദവ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷനിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്